ഖാജ 3 രാത്രികളിൽ വന്ന് എന്നെ പറ്റി ഒരു മൗലിദ് എഴുതണം എന്ന് പറയാതെ ആ മൗലിദ് ഞാൻ എഴുതിയിട്ടില്ല. ആര് പറഞ്ഞു? ശൈഖുനാ ശംസുൽ ഉലമ. ആ താരീഖ് അങ്ങനെ തന്നെയാണ്. യക്കളത്തിൽ വന്ന്, മറ്റൊരിക്കൽ മനാമിൽ വന്ന്, മനാമിലുമുണ്ട് യക്കളത്തിലും ഉണ്ട്. വഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആലമിൽ മനാമി യാ മുഈനുദ്ദീൻ അൻത ഹാമിദീനി وعماد المتين وركنه الركين وقد آتيتك من عندي خلعة الولاية ورتبة الإرشاد والهداية. ഇതാ നീ എൻ്റെ ദീനിൻ്റെ സംരക്ഷകനാണ്, ഞാൻ നിനക്കെല്ലാം തന്നിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് പോകുക എന്ന് ഒരിക്കൽ മുത്തു മുഹമ്മദ് മുസ്തഫ എൻ്റെ ദീനിൻ്റെ സംരക്ഷകനാണ്, താങ്കളെല്ലാം ആണ്. മഹാനായ ഖാജ സുൽത്താനു ദുആത്ത് ഖാജ, പ്രബോധകന്മാരിൽ നേതാവ് ഖാജ. പ്രബോധകനെ മൈക്കൽ കിട്ടിയാൽ പോരാ, ഇജാസത്ത് കിട്ടണം. ഇജാസത്ത് കിട്ടിയില്ലെങ്കിൽ ഒച്ച ഉണ്ടാവുന്നേ ഉള്ളൂ. നാട്ടുകാർക്ക് അതിന്മേൽ ഒരു ഫലം ഉണ്ടാവില്ല. ഒരാൾ പ്രബോധനം ചെയ്യണമെങ്കിൽ ഒച്ച ഉണ്ടായിട്ട് സാഹിത്യ സമാജത്തിൽ പ്രസംഗിച്ച് പഠിച്ചുകൊണ്ട് കാര്യമല്ല. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി. ആയത്തിന്റെ ഒഴുക്കിനെതിരാണ് ബിഇദ്നി. എനിക്ക് കുട്ടിക്കാലത്ത് തോന്നിയിരുന്നു ആ ബി ഇതിനെ അവിടെ നിന്നാണ് മാറ്റിയ ഒന്നുകൂടി ഒഴിക്കണ്ടാവും ആയത്തിന്. പക്ഷെ ആയത്തിന് മർമ്മം ബി ഇതിനിലാണ് കിടക്കുന്നത്. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആള് ബിഇദ്നിഹി, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം ക്ഷണിക്കണം. റസൂലുള്ളാഹിക്ക് ക്ഷണിക്കാൻ ആര് സമ്മതം കൊടുത്ത്? അള്ളാഹു. സ്വഹാബത്തിന് ക്ഷണിക്കാൻ ആര് സമ്മതം കൊടുത്ത്? റസൂലുള്ളാഹ്. ഔലിയാക്കൾക്ക് ക്ഷണിക്കാൻ സമ്മതം ആര് കൊടുത്ത്? റസൂലുള്ളാഹ്, മുത്ത് മുഹമ്മദ് മുസ്തഫ. പിന്നെ ത്വരീഖത്തിന്റെ മശായിഖന്മാർ അവർക്ക് ആര് കൊടുത്ത്? മുഹമ്മദ് മുസ്തഫ. സാഹിത്യ സമാജത്തിൽ പ്രസംഗിച്ച് പഠിച്ചതുകൊണ്ട് പ്രബോധനം നടക്കൂല. പ്രബോധകന് പ്രസംഗം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രസംഗ പരിശീലന ക്ലാസ്സുകളുണ്ട് എല്ലാ നാട്ടിലും. പ്രസംഗം പഠിക്കുക, പ്രസംഗ പരിശീലന ക്ലാസ്. മദീനത്ത് നിന്ന് ഇറങ്ങി വന്ന 10,000-കണക്കായ സഹാബികൾക്ക് പ്രസംഗ പരിശീലന ക്ലാസ് നടത്തിയിട്ടില്ല മുഹമ്മദ് മുസ്തഫ. പക്ഷെ അവർ മഅ്ദൂനിങ്ങളാ, സമ്മതം കൊടുത്തു മുഹമ്മദ് മുസ്തഫ. ത്വരീഖത്ത് എന്നാൽ പറഞ്ഞാൽ ത്വരീഖുൽ ഇദ്നാണ്. മനസ്സിലായില്ല? സമ്മതം കൊടുക്കുന്ന മാർഗം. ചെയ്തോ ചെയ്യ്. ചിന്തിക്ക്. ഒരു അമൽ ചെയ്യുമ്പോൾ ആ അമലിന്റെ ആളുകളിൽ നിന്ന് എന്ത് വേണം? സമ്മതം വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ ചെയ്തൂടെ ചെയ്യാം, പക്ഷെ പൂർണ്ണമായ ഫലം ഉണ്ടാവില്ല. അത് ആ സമ്മതത്തോടു കൂടി ചെയ്ത വലിയ ഫലം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ചിന്തിക്കണം. ഞാൻ അവരുടെ ജീവിത ശൈലി അല്പഭാഗം പറയാം, നിങ്ങൾ ചിന്തിക്ക. അല്ലാതെ സമ്മതമല്ലാതെ ചെയ്യരുത്. സമ്മതമല്ലാതെ ചികിത്സിക്കുന്നവരുണ്ട് ഇപ്പോൾ. സമ്മതമില്ലാതെ പ്രബോധനം ചെയ്യുക, സമ്മതമില്ലാതെ ചികിത്സിക്കുക, സമ്മതമില്ലാതെ ഷെയ്ഖാകുക. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയല്ല, അങ്ങനെ ആരും വിചാരിക്കരുത്, അങ്ങനെ ആരും വിചാരിക്കരുത്. വല്ലാഹിൽ അലീം, ഒരാളെ ഉദ്ദേശിച്ച് പറയുന്ന വർത്തമാനമല്ല. അതേ സമയത്ത് ഇന്ന് അങ്ങനത്തെ കാര്യങ്ങൾ അധികരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന് അതിന് ആ വിഷയത്തിൽ സമ്മതമില്ലെങ്കിൽ ആ വിഷയത്തിൽ ഏർപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ പാടില്ലല്ലോ. ഒരാൾക്ക് എല്ലാ വൈദ്യവും അറിയും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്ന പേരിൽ അവൻ നെയിം ബോർഡും വെച്ചിരുന്നാൽ 3-ാം ദിവസം എന്താ നിങ്ങൾ ഇരിക്കുന്നത്? 3-ാം ദിവസം പോലീസ് പൊക്കും. എന്തുകൊണ്ട്? അതിന്റെ ശേഖന്മാരിൽ നിന്ന് സമ്മതം കിട്ടിയില്ല. മനസ്സിലായില്ല? അതിന്റെ ശേഖന്മാരാരാ? അലോപ്പതി ഡോക്ടർമാരായ വല്ല അതിന്റെ തലമക്കണ്ണന്മാര്, അവരുടെ വലിയവര്. എന്നാൽ ഇയാൾ ചികിത്സിച്ചാൽ രോഗമൊക്കെ മാറും. പക്ഷേ സമ്മതമല്ല. എല്ലാം അങ്ങനെ തന്നെ. സമ്മതം വേണം. അതിന്റെ മേലുള്ള ആളുകൾ സമ്മതം തരണം. ഇല്ലെങ്കിൽ അതിന് ചെയ്തൂടെ ചെയ്യാം, പക്ഷെ നിയമപരമല്ല. ഒരങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, മനസ്സിലായില്ല, പഞ്ചായത്തിൽ നിന്ന് അതിന് ഒരു ബാഡ്ജ് കിട്ടണം. ഇല്ലെങ്കിലോ ബാഡ്ജ് കിട്ടിയവന്റെ ബാഡ്ജ് കിട്ടാത്തവന്റെ ഓട്ടോറിക്ഷക്ക് 4 ഏക്കർ വേണോ? അതൊന്നും വേണ്ട. 2 ഓട്ടോറിക്ഷക്ക് 3 ഏക്കർ തന്നെ മതി. പക്ഷേ സമ്മതം കിട്ടാത്തവൻ ഓടിച്ചാൽ സമ്മതം കിട്ടിയവന്റെ ഭാഗത്ത് നിന്ന് പോലീസ് വരും. ഏതും അങ്ങനെയാ. ചിലപ്പോ സമ്മതം കിട്ടിയ ഡോക്ടർ ആളെ കൊല്ലും. എന്നാലും ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? അയാൾക്ക് കൊല്ലാനും സമ്മതമുണ്ട്.
പുറത്ത് പറയണ്ട. അല്ല, ഞാൻ പറയട്ടെ, ഒരാൾക്ക് ഓപ്പറേഷൻ ശരിക്കറിയും, പക്ഷെ അയാൾ ഓപ്പറേഷൻ ചെയ്തു, ആൾക്കൊരു കുഴപ്പമില്ല. പോലീസ് അറിഞ്ഞാൽ 362 ഒപ്പ കൊലപാതകത്തിന് ശ്രമിച്ചു. നേരെ മറിച്ച് ഒരാൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയൂല, പക്ഷെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അയാൾ ഓപ്പറേഷൻ ചെയ്തിട്ട് മരിച്ചാൽ ക്രിമിനൽ കുറ്റമല്ല. നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ. രോഗിയെ കൊല്ലാത്ത വൈദ്യൻ, പക്ഷേ അയാൾക്ക് എന്തില്ല, സമ്മതപത്രമില്ല. അയാൾ ഓപ്പറേഷൻ ചെയ്താൽ പിറ്റേന്ന് ജയിലിൽ പോകും. സമ്മതപത്രം ഉള്ള ആൾ അയാൾക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ കൈപ്പഴ പറ്റി, രോഗി മരിച്ചു. അയാൾ മോട്ടോർ കാർ കയറി ഡീസന്റ് ആയിട്ട് പോകും, ഒരു പ്രശ്നമില്ല, പോലീസ് തടയില്ല. എന്തുകൊണ്ട്? ഡോക്ടർക്ക് കൈപ്പഴ പറ്റാം, മറ്റവർക്ക് കൈപ്പഴയല്ല, കൈ ശരിയാണ്, പക്ഷേ സമ്മതമില്ല. എന്താണ് ത്വരീഖത്ത്? ഇതിനെന്റെ മാർഗം. ഹാജക്കാര് സമ്മതം കൊടുത്ത് തന്റെ ശൈഖ് ഉസ്മാനുൽ ഹാറൂനി, പിന്നാലെ സമ്മതം കൊടുത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ, വർക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ സമ്മതം യഥാർത്ഥ സമ്മതമാണെന്ന് അറിയിച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ, വർക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണം, സമ്മതമില്ലാതെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടരുത്. സമ്മതമില്ലാതെ ഇടപെട്ടാൽ വലിയ ആപത്ത് സംഭവിക്കും. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. മശായിഖന്മാരിൽ നിന്ന് അവർക്ക് സമ്മതമുണ്ടായിരിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരിഫീങ്ങൾ അവർക്ക് സമ്മതം കൊടുക്കണം. സമ്മതം കൊടുത്താൽ, ആരിഫീങ്ങൾ വഴി സമ്മതം കിട്ടിയാൽ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്താം. ആത്മീയ ലോകത്തെ എല്ലാ നന്മകളും അവരെ കൊണ്ടുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ മഅദൂനായ ആളാണ്, സമ്മതമുള്ള ആളായിരുന്നു മഹാനായ സയ്യിദുനാ ഖാജ മുഈദുൽ റളിയല്ലാഹു അൻഹു. എന്താണ് അവരുടെ അവസ്ഥ? ഞാൻ നീട്ടി പറയുന്നില്ല, ചിന്തിക്കണം. കാന ശൈഖു യഹ്ദിൽ ഖൽഖ ഇലാ തുരീഖിൽ ഹഖ്, ഹഖിന്റെ മാർഗ്ഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ടവര്. കമാ കാന മഅ്മൂറൻ മിൻ ഇൻദി റസൂലി റബ്ബിൽ ആലമീൻ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളിൽ നിന്ന് സമ്മതം കിട്ടിയ പ്രകാരം ഫസാറ ബില്ലാഹിരിഹി മഅൽ ഖൽഖി വബാതിനിഹി മഅൽ ഹഖ്, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്ക്. എന്നാൽ ബാത്തിന് ജല്ല ജലാലായ റബ്ബിനോട് കൂടെയായിരുന്നു. ദിക്ർ മുറിഞ്ഞവന് നേരവുമില്ല. ولم ينقض حين من أحيانه في إلا في إحياء دين الله فمكث في الهند أكثر من 40 عاما. 40 കൊല്ലത്തിലേറെ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ബഖ്തിയാറുൽ കഅക്കി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി കുന്തു ഫീ ഖിദ്മത്തി ശൈഖ് ഖാജ 20 ആമാ, ഞാൻ 20 കൊല്ലത്തോളം ബഹുമാനപ്പെട്ട ഖാജക്ക് സേവനം ചെയ്തിട്ടുണ്ട്. ഫമാ റഅയ്തഹു യഗ്ലിബു വലൗ അലാ അഹദിൻ, ഒരാളോടെങ്കിലും ഖാജ കോപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശീമത്തു റസൂലില്ലാഹ് വർക്കബറ ശീമത്തു റസൂലില്ലാഹ് മിൻ ഖുലുഖി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ കാന യതവജ്ജഹു ഫീ കുല്ലി ലൈലത്തിൻ ബഅദൽ ഇശാ ഇലാ മക്കത്തുൽ മുകറമ, മക്കയിലേക്ക് എല്ലാ രാത്രിയിലും പോകും. ഇശ കഴിഞ്ഞാൽ മക്കയിലേക്ക് പോകുമായിരുന്നു ഖാജ, ബഹുമാനപ്പെട്ട ഖാജ. അങ്ങനെ വേറെയും ആളുകളുണ്ട്. എല്ലാ രാത്രിയിലും പരിശുദ്ധ കഅബയിലേക്ക് പോകുമായിരുന്നു മഹാനായ ഖാജ. ദൂരം അവർക്ക് വിഷയമല്ല, ദൂരം വിഷയമല്ല. നിങ്ങൾ ചിന്തിക്കണം, ദൂരം വിഷയമല്ല. ഫലസ്തീനിൽ നിന്ന് 2200 കിലോമീറ്റർ ഉണ്ട് സബയിലേക്ക്. സബയിൽ നിന്ന് സിംഹാസനം കൊണ്ടുവന്നു, ബൽഖീസിനെ സിംഹാസനം കൊണ്ടുവന്നു. എങ്ങോട്ട്? മഹാനായ സയ്യിദ് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിലേക്ക് കൊണ്ടുവന്നേ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിലേക്ക് കൊണ്ടുവന്നേ സിംഹാസനം, വലിയ കനമുള്ള സിംഹാസനം. എങ്ങനെ? ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ആസഫുൽ ബർഖിയ റളിയല്ലാഹു അൻഹു, നിങ്ങൾ ചിന്തിക്കണം. കണ്ണ് വെട്ടുന്നതിന്റെ മുമ്പേ, ഇമ വെട്ടുന്നതിന് മുമ്പേ ഞാനത് കൊണ്ടുവരുമെന്ന് മഹാനായ ആസഫ് ബിൻ ബർഖിയ 2200 കിലോമീറ്റർ 1 സെക്കൻഡ് കൊണ്ട് കഴിച്ചു കടത്തി ബഹുമാനപ്പെട്ടവര്. അത് അവർക്ക് ഔലിയാക്കന്മാർ ലോകത്ത് അതൊരു വിഷയമല്ല. ഇതിന് ഖുർആൻ സാക്ഷ്യമാണ്. പരിശുദ്ധ ഖുർആൻ ഇതിന് സാക്ഷ്യമാണ്. എല്ലാ രാത്രിയിലും ബഹുമാനപ്പെട്ടവർ എല്ലാ രാത്രിയിലും അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയത്തിൽ പോയി
തവാഫ് ചെയ്യൽ പതിവുണ്ടായിരുന്നു. ഒരേ സമയത്ത് അവിടെയും ഇവിടെയും ആളുകൾ കണ്ടിരുന്നു. നിങ്ങൾ ചിന്തിക്കണം. അവസ്ഥ നീട്ടി പറയുന്നില്ല. അള്ളാഹുവിന്റെ ദീനിനെ ഹയാത്താക്കുക, റുക്കോയിലാവുക, സുജൂദിലാവുക. ഖൽബിൽ ഇരുട്ടുള്ള 90 ലക്ഷം ആളുകൾക്കാണ് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തത് ഖാജ. 90 ലക്ഷം ആളുകൾക്ക് ഹിദായത്ത് കിട്ടി. 90 ലക്ഷം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് ദുആ ചെയ്തു. പടച്ചവനെ, എന്റെ മാർഗത്തിൽ ഖിയാമത്ത് നാൾ വരെ ആത്മാർത്ഥമായി ഒരാളുണ്ടെങ്കിൽ ആ മനുഷ്യനെ എന്റെ മുജീറായി പരിഗണിക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യണമേ. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു. താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനടയാളം അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. എത്രയോ സംഭവങ്ങൾ കാണാം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായ ചിശ്തി മാർഗം സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിശ്തി മാർഗം, മഹാനായ നമ്മൾ ഒരുപാട് മശായിഖന്മാർ ആ മാർഗത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ബന്ദറിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ജലാൽ മസ്താനിൽ ബുഖാരി, അള്ളാഹു ദറജ എത്തി കൊടുക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ദറജ എത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ സാബിർ ചിശ്തി റളിയല്ലാഹു അൻഹു, അള്ളാഹു ദറജ എത്തി കൊടുക്കട്ടെ. ചിന്തിക്കണം. ചിശ്തി സ്വാബിരി എന്ന ത്വരീഖ അവർ വഴിയുണ്ടായി. ചിന്തിക്കണം, മുഅ്മിനെ ചിന്തിക്കണം. അതേപോലെ മഹാനായ പാടത്ത് കായൽ കിടക്കുന്ന മഹാനായ സാലിഹ് മൗല, പട്ടിക്കാടിനടുത്ത് കന്യാലയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട കാമിലായ ശൈഖാണ്. ശൈഖ് മുറബ്ബിയായ കാമിലായ ശൈഖായിരുന്നു ബഹുമാനപ്പെട്ട കന്യാല മൗല റഹിമഹുല്ലാഹ്. അല്ലാഹു തആല അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. നിഷേധിക്കുന്നവർ പരാജയപ്പെടും. അല്ലാഹു കാക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കട്ടെ. ചിന്തിക്കണം. ആര് നിഷേധിച്ചാലും പരാജയപ്പെടും. എന്തുകൊണ്ട്? ആ റൂട്ടൊക്കെ വളരെ കൃത്യമായ റൂട്ടാണ്. ആ റൂട്ട് വളരെ ശരിയായ റൂട്ടാണ്. ബന്ദറിൽ കിടക്കുന്ന ജലാൽ മസ്താനിൽ ബുഖാരി, പാടത്ത് കായൽ കിടക്കുന്ന സാലിഹ് മൗല, മഹാനായ മൗല കന്യാല മൗല, കന്യാലയിൽ കിടക്കുന്ന മൗല അബ്ദുള്ള ഹാജി, മഹാനായ കന്യാല മൗല, അവരെല്ലാം ഹക്കായ റൂട്ടിലുള്ള ആളുകളായിരുന്നു. അവർ വഴി ലക്ഷോപലക്ഷം ആളുകൾക്ക് ഹിദായത്ത് കിട്ടി. ഇതാർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ഇതെന്റെ ഒരു സ്വതന്ത്രമായ പഠനത്തിന്റെ നിലയിൽ ഞാൻ പറയുന്നതാണ്. അല്ലാതെ എനിക്ക് ചിശ്തിയത്തിൽ ഒരു ഖലീഫയായി വാഴണമെന്ന പൂടിയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ ഹക്കായ മാർഗങ്ങളാണ്. നിഷേധിച്ചവൻ പരാജയപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിശ്തിയത്തിന്റെ ഒരു ഫറഅ് പിടിച്ചിട്ട് അതിലൊരു ഖലീഫയായി വാഴണമെന്ന പൂതിയൊന്നും എനിക്കുണ്ടാവില്ല എന്ന് എന്നെ അറിയുന്നവർക്കറിയാം. പക്ഷേ അതൊക്കെ എന്നെ അറിയുന്നവർക്കറിയാം. അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വളരെ ഗൗരവമായി ചിന്തിക്കണം. അതൊക്കെ ഹക്കായ റൂട്ടാണ്. ആ റൂട്ടിൽ കയറിയ ആളുകൾ റൂട്ട് അനുസരിച്ച് ജീവിക്കുകയും വേണം എന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ സായിദീങ്ങളെ റൂട്ടാണ്. കിബറില്ലാതിരിക്കുക. ഏറ്റവും വലിയതായി ഒരു മുരീദിന് വേണ്ടത് എന്താ? ഒരു ത്വരീഖിൽ കയറിയ ആൾക്ക് വേണ്ടത് എന്താണ് വേണ്ടത്? 20 കൊല്ലം ഹിദ്മത്ത് ചെയ്തിട്ട് ഒരു ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആര് പറയാണ്? മഹാനായ ബഖ്തിയാറുൽ കാക്കി, അവിടുത്തെ മുരീദായ ഖലീഫയായ ബഖ്തിയാറുൽ കാക്കി റളിയല്ലാഹു അൻഹു. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്. ഒരാളോട് കോപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ശീമത്ത് റസൂലില്ലാ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലോണം ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇന്ന് ത്വരീഖത്തിന്റെ മശായിഖന്മാർ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട ഉപാധിയാക്കി കൊണ്ട് നടക്കുന്നും ഉണ്ട്. അതും ചിന്തിക്കണം. നമ്മളൊരു മക്ബറയിൽ ഒരു മഹാൻ കിടക്കും. ആ മഹാന്റെ പേരിലുള്ള ചില ഉറൂസുകൾ നടക്കും. ഉറൂസിന് നമ്മൾ പോയി പ്രസംഗിക്കും. പക്ഷെ ആ മനുഷ്യന്റെ ത്വരീഖിനെ നമ്മൾ എതിരായിരിക്കും ചെയ്യും. അതിന് നമ്മൾ കുറ്റം പറയും. എന്നാലോ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളെ അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ, നമ്മളെ സമാജം ജീവിച്ച ആളാണെങ്കിൽ പള്ളർ ചീത്ത പറയും. മരിച്ചാലോ ഉറൂസിന് നമ്മൾ പങ്കെടുക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു പുതിയ പരിപാടി ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പേരും ദുന്യാവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ല, പറ്റാത്ത ആളുകൾ അവയ്ക്ക് പോകാതിരുന്നാൽ മതിയല്ലോ. എന്താ പോകാൻ കാരണം? അവിടെ നല്ല ഊട്ടും പൂസയും നടക്കും, നല്ല കവറും കിട്ടും. ചിന്തിക്ക്. ജീവിക്കുന്ന കാലത്ത് ഊട്ടും പൂസയല്ല കിട്ടുക. ഇയാൾ മാർഗം കഴിച്ചായിരിക്കും. എന്താ ഇയാളുടെ പ്രത്യേകത? എന്താ പ്രത്യേകത? ബഹുമാനപ്പെട്ട ദീനിന്റെ ത്വരീഖത്തിന്റെ മശായിഖന്മാർ വെളിച്ചം കൊടുത്തതാണ്.
മഹാനായ സിയം വലിയുള്ള അള്ളാഹു അവര് ദർജ ഏറ്റി കൊടുക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു അവരുടെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ആരാ ഷേഖ്? ബഹുമാനപ്പെട്ട മൊയ്തീൻ ഹാജി മൊയ്തീൻ സാഹിബ്. ആരാ ഷേഖ്? ബഹുമാനപ്പെട്ട ഉള്ളാളത്ത് കിടക്കുന്ന അല്ലേ പറയേ ബഹുമാനപ്പെട്ട മൊയ്തീൻ സാഹിബ്. അവരെവിടെ കിടന്നിരുന്നത്? അവര് അവിടെ എവിടെയെങ്കിലും പുറച്ച് കിടക്കും. ആ റോട്ടുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ പുറച്ചിരിക്കും, എവിടെയെങ്കിലും ഉണ്ടാവും. അവരെ തെർബിയത്ത് ചെയ്ത് വലുതാക്കി ആരെ? മഹാനായ സിയമ്മിനെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആക്ഷേപിച്ച ആളുകൾ മരിച്ചപ്പോൾ എന്തായി? ഉറൂസ് ഉണ്ടാക്കി. അതിന് മാനല്ല. അത് വളരെ ചിന്തിക്കണം. ത്വരീഖത്തിനെ നമ്മൾ വിമർശിക്കുക, ത്വരീഖത്ത് ശരിയല്ല, ത്വരീഖത്ത് ശരിയല്ല, എന്നിട്ട് ത്വരീഖത്ത് ശരിയല്ല എന്ന് പറയും ചെയ്യുക. പിന്നെ നമ്മള് ഈ മശായിഖന്മാരുടെ ഉറൂസുകൾ പങ്കെടുക്കും. അത് ഈ പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാന് 7 അത്ഭുതങ്ങളിൽ പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. താജ്മഹൽ കണ്ടിട്ടുണ്ട്, ഞാൻ പിരമിഡ് കണ്ടിട്ടുണ്ട്, സൂയസ് കനാൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ അത്ഭുതം ഇതാണ്. നിങ്ങൾ കണ്ട ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും, ത്വരീഖത്ത് പാടില്ല എന്ന് പറയുന്ന ചില ആളുകൾ തന്നെ കോലം കെട്ടി വന്നിട്ട് ഉറൂസുകൾ പങ്കെടുക്കുക. ഈ ഉറൂസിൽ കിടക്കുന്ന, ഈ മക്ബറിൽ കിടക്കുന്ന ആളാരാ? ത്വരീഖത്തിന്റെ ഷേഖ്. വായെടുത്താൽ ത്വരീഖത്ത് ശരിയല്ല എന്നറിയാം, അവരെ ഉറൂസിൽ പങ്കെടുക്കും ചെയ്യാം. എന്തിനാ ഈ പരിപാടി? ഇതിന് കാപട്യം എന്നല്ലാതെ എന്താ പറയാ? ഇത് കാപട്യമല്ലെങ്കിൽ എന്താണിത്? ആയിക്കോട്ടെ, ജീവിതകാലത്ത് ത്വരീഖത്ത് പാടില്ല, ആയിക്കോട്ടെ, പാടില്ലെങ്കിൽ പാടില്ല, വേറെ പട്ടിക്കോളൂ, ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. റോട്ടിന് പോയാലും കോഴിക്കോട് എത്തും. റെയിൽ പാളത്ത് തന്നെ പോകണമെന്നൊന്നുമില്ല. റെയിൽ പാളമാകുമ്പോൾ വല്ലാതെ തടയാൻ ആളുണ്ടാവില്ല, തടയാനൊന്നും ആളുണ്ടാവില്ല. റെയിൽ പാളമാകുമ്പോൾ പിന്നെ അതിന് സിഗ്നൽ മറ്റും വേണ്ടി വരും. വേറൊരു സിഗ്നൽ അനുസരിച്ച് പോകണം, വേറൊരു സിഗ്നൽ അനുസരിക്കണം. സിഗ്നലൊന്നും കിട്ടാതെ നമുക്ക് ഒറ്റയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല കാർ എടുത്തു പോകലാണ്. അപ്പൊ നേരം വൈകുകയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല, ശരിയാത്തനുസരിച്ച് പോയിക്കൂടെ, അള്ളാഹുവിലേക്ക് പോകാം. പക്ഷേ ത്വരീഖത്തിനെ വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. എന്നിട്ട് എന്തിനാണ് ഈ ത്വരീഖത്തിലെ മശായിഖന്മാരുടെ ഉറൂസിന് നിങ്ങൾ പങ്കെടുക്കുന്നത്? അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഈ സിയമ്മിന്റെ മഹത്വം? ത്വരീഖത്തിന്റെ മശായിഖന്മാരുടെ കൂട്ടത്തിലെ ഷേഖ് ആരാ? ഷേഖ് മൊയ്തീൻ സാഹിബ്. പിന്നെ ആരാ? മഹാനായ ബഹുമാനപ്പെട്ട ആലുവായിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ആലുവായിലെ എന്താ അവരുടെ പേര്? ആലുവായ അബൂബക്കർ മുസ്ലിയാരി, മഹാനായ മാടവന അബൂബക്കർ മുസ്ലിയാരി. അവരാരാ? ത്വരീഖത്തിന്റെ ഷേഖ്. അപ്പോൾ സിയമിന്റെ ഷേഖന്മാരാരാ? ഒന്ന് മാടവന അബൂബക്കർ മുസ്ലിയാരി, ത്വരീഖത്തിന്റെ ഷേഖ്. എന്റെ കൊടുത്ത് ത്വരീഖത്ത് എങ്ങനെ കൊടുത്തത്? ആലുവ ഭാഗത്ത് ബഹുമാനപ്പെട്ട സിയമിനെ പറ്റി പറഞ്ഞിരുന്നത് മുണ്ടാത്ത മൗലിയേര് എന്നാ. മിണ്ടാത്ത മൗലിയേര് ഒരു പേരാണ്. ബഹുമാനപ്പെട്ട ആലുവ ഭാഗത്ത് സിയമിന്റെ ഒരു പേരാണ് മിണ്ടാത്ത മുസ്ലിയാര്. അതായത് ആലുവ അബൂബക്കർ മുസ്ലിയാരെ വീട്ടിന്റെ ഇങ്ങനെ ഉമ്മർത്ത് വന്നിട്ട് അവിടുത്തെ കോലായിൽ ഇങ്ങനെ നിൽക്കും. ആര്? ഇങ്ങനെ നിൽക്കും. ആര്? സിയം. ഒന്നും മിണ്ടൂല. ളുഹറിന്റെ നേരമായപ്പോ ആയാല് ബഹുമാനപ്പെട്ട ആലുവായി പറയും ഇങ്ങനെ ആട്ടും. അപ്പൊ നിസ്കരിക്കാൻ പോകും, തിരിച്ച് വീണ്ടും അവിടെ നിൽക്കും. പിന്നെ അസർ നേരായ അങ്ങനെ ആട്ടും, പിന്നെയും പോയി വരും. മഗ്‌രിബിന്റെ ആയാൽ അങ്ങനെ ആട്ടും, തിരിച്ചു പോയി. മനസ്സിലായില്ല? എന്നത്തെ കായ് ഞാൻ നാളെ വാ, നിങ്ങൾക്ക് പറഞ്ഞത് ഇങ്ങനെ നിൽക്കുന്ന തന്നെ. നിനക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് സിദ്ദീഖിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് ഒന്നല്ല അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നേ. ബഹുമാനപ്പെട്ട സിയമ്മിന് ഏറ്റവും ഇഷ്ടം ആരെ മുഖത്തേക്ക് നോക്കുക? ആലുവ അബൂബക്കർ മുസ്ലിയാരി. നാടന്മാർക്ക് ഇത് അറിയില്ല. എന്താ ഇതിൻ്റെ അടിയിലെല്ലാം നടക്കുന്നുണ്ട്, വാദമുണ്ട്, പ്രതിവാദമൊക്കെ നടക്കുന്നുണ്ടാവും, ചോദ്യവും സംശയമൊക്കെ തീർക്കുന്നുണ്ടാവും. നാട്ടുകാർക്ക് മൈക്ക വെക്കാത്ത കാലത്തോളം ഒന്നും അറിയില്ല. അതും ഇപ്പൊ ചെറിയ മൈക്കൊണ്ടൊന്നും തീരത്തിരില്ല, വലിയ മാല മൈക്ക വെക്കണം. ഇപ്പത്തെ കാലത്ത് ചെവിട് പൊട്ടിക്കണ മൈക്ക വെച്ചാലേ ഞങ്ങൾക്ക് അറിയുള്ളൂ. സിഎം മറ്റുള്ളവർ ഒന്നും മിണ്ടൂല, കുറെ നേരം കേട്ട് അറിയും, ഒന്ന് പോയിക്കോ, പിറ്റേന്ന് പിന്നെയും വരും മിണ്ടാത്ത മൂലിയര്. സിഎമ്മിനെ ഉണ്ടാക്കിയതാരാ? സിഎം ആരാ? ത്വരീഖത്തിന്റെ ഷേഖ്. സിഎമ്മിനെ സിഎം ആക്കിയതാ ത്വരീഖത്തിന്റെ ഷേഖന്മാര്. വായി തുറന്നാ പറയാ ത്വരീഖത്ത് പാടില്ല. ഈ വളയല്ല ചാട്ട എന്താണ് എനിക്കത് മനസ്സിലാവണില്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അത്തിപ്പറ്റ വൈദ്യൻകുട്ടി മുസ്ലിയാരുടെ ചില ആളുകളൊക്കെ പറയും നമ്മളിവിടെ വരെ അത്തിപ്പറ്റ വൈദ്യൻകുട്ടി മുസ്ലിയാർ ദിക്റ് പറഞ്ഞ് നടക്കുന്നുണ്ട്. ത്വരീഖത്തിനെ പറ്റി പറഞ്ഞാൽ അവർ പറയും ത്വരീഖത്ത് പറ്റൂല. ആരടാ ഈ അത്തിപ്പറ്റ വൈദ്യൻകുട്ടി മുസ്ലിയാർ? ത്വരീഖത്തിന്റെ ഷേഖ്. അവരുടെ ഷേഖ് ആരാ?
അബ്ദുൽ ഖാദിർ ഈസ ഷാദുലി. അവരാരാ? ഷാദുലി ഖാദിരി. ഷാദുലിയത്ത് എന്താ? ത്വരീഖത്ത്. ഷാദുലിയത്ത് എന്താ? ത്വരീഖത്ത്. വലിയ മുഫ്തിയായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ വലിയ ശരീഅത്തിൽ നിറഞ്ഞ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. തന്റെ ശൈഖായ അബ്ദുസ്സലാം മശീസ് റളിയല്ലാഹു അൻഹു കാണാൻ പോയപ്പോൾ അന്നതൂടെ കാറ്റുപോയി. വലിയ മഹാനായ ആലിമാന്ന് വിചാരിച്ച് അബ്ദുസ്സലാം മശീസിനെ കണ്ടപ്പോൾ മനസ്സിലായി ഒന്നും പഠിച്ചിട്ടില്ല. ഇതാണ് പ്രത്യേകത. തന്റെ ശൈഖിനെ കണ്ടാൽ മുരീദിന് മനസ്സിലാവും ഞാനൊന്നും പഠിച്ചിട്ടില്ല. ചിന്തിക്കണം. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു എന്റെ ഉസ്താദ് ശൈഖാന അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹുമാ. മിസ്രിലെ മുഫ്തിയായിരുന്നു ഇമാം ഷാറാനി. വലിയ ശരീഅത്തിന്റെ ആലിമായിരുന്നു. എന്നാലോ ജനങ്ങളെ നടുവിൽ ഇങ്ങനെ അങ്ങാടിയിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങാടിയിൽ എല്ലാവരും ആക്ഷേപിക്കും. അങ്ങനെ അങ്ങാടിയിൽ മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു ശൈഖ്, ഒരു സാധുവായിരുന്നു അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. ഇങ്ങോട്ട് നോക്കേ, എല്ലാരും വിമർശിക്കും ആരെ? അലിയുൽ ഖവാസിനെ. ഇത് വലിയ ത്വരീഖത്തിന്റെ ശൈഖാന്ന് ആളുകൾക്ക് അറിയില്ല. അങ്ങനെ വിമർശിച്ചു പോകും. ഒരു ദിവസം ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അലിയുൽ ഖവാസിനെ വിമർശിച്ചു. അപ്പോൾ അലിയുൽ ഖവാസ് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ സൈനബിന്റെ ഹിമാറായി നടക്കുന്നവനെ ജിന്നെ വിമർശിക്കാണോ എന്ന് വെച്ച് അതിൽ ബേജാറായി. എന്തുകൊണ്ട്? ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ തലേന്ന് രാത്രി വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞേ, എനിക്കൊരു കുതിരപ്പുറത്ത് പോകണമെന്ന് പൂതി ഉണ്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല, നിങ്ങൾ കുതിരപ്പുറത്ത് കൊണ്ടുപോകലല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് കൈയും കാലും കുത്തി നിന്നാൽ ഞാൻ നിങ്ങളെ പുറത്തൊന്ന് കയറി ഇരിക്കട്ടെ എന്ന് ചോദിച്ച്. ഇമാം ഷാറാനി പറയും ചെയ്യും, കുതിരപ്പുറത്തൊന്നും ഞാൻ കൊണ്ടുപോകില്ല, വേണമെങ്കിൽ എൻ്റെ പുറത്തൊന്ന് കയറി ഇരുന്നോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിന്റെ പുറത്ത് തൻ്റെ ഭാര്യ സൈനബ് എന്ന തൻ്റെ ഭാര്യ കയറിയിരുന്ന് 1-2 അടി ഇങ്ങനെ റൂമിലൂടെ ഇങ്ങനെ കയ്യും കാലും കുത്തി നടക്കുകയും ചെയ്ത് ചിരിച്ചു രണ്ടാളും. ആ രാത്രി ബെഡിൽ കടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് അങ്ങാടി ഇറങ്ങിയപ്പോൾ അലിയുൽ ഖവാസിനെ കണ്ടു. അപ്പൊ അലിയുൽ ഖവാസ് പിന്നെ ജനങ്ങളൊക്കെ കുറ്റം പറയും, ഇങ്ങനെ ഏത് തൻ്റെ ഇങ്ങനെ ഇരിക്കണം, രാവിലെ വന്ന് പെടുത്താൻ ഇങ്ങനെ ഇരിക്കണം. അലിയുൽ ഖവാസിനെ ആരും വിമർശിച്ച് ഇമാം ഷാറാനി, അന്ന് മിസ്രിലെ മുഫ്തിയാണ് ഇമാം ഷാറാനി. അപ്പോൾ ചോദിച്ചു, തസബ്ബുനി ശിന്നാശബിക്കട യാ ഹിമാറ സൈനബ്, സൈനബാന്റെ ഹിമാറ്. അതിന് പേടി. ഇതാരും അറിയില്ല. ഇന്നത്തെ കാലാണെങ്കിൽ മൊബൈലിൽ ഓള് വിളിച്ചിട്ടുണ്ടാവും അറിയാം. അന്നതൊന്നും ഇല്ലല്ലോ, അന്ന് ഫോൺ തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. എന്ന് അതിൽ കാൽക്കൽ വീണ് മാപ്പാക്കുല. ഒരു ഇൽമും ഒരു വയലും പറയാൻ പാടില്ല. 3 മാസം അത് കഴിഞ്ഞിട്ട് വാങ്ങും. ഒരു വയലും പറയാൻ പാടില്ല. ഒരാളെയും ദീനിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. നിന്റെ നാവ് കൊണ്ട് കുഴപ്പമുണ്ടാവുന്നത് മിണ്ടാതിരുന്നിട്ട് പോയിരുന്ന 3 മാസം നടന്നു. 3 മാസം കഴിഞ്ഞ് ഒരു വയലും പറഞ്ഞില്ല. 3 മാസം കഴിഞ്ഞ് അലിയുൽ ഖവാസിന്റെ അടുത്തേക്ക് എന്നപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ സിർ പറഞ്ഞു കൊടുത്തു. അതിൽ നിന്നുണ്ടായതാണ് ലതായിഫുൽ മിനനൊക്കെ എഴുതിയ മഹാനായ യവാഖിത്തൊക്കെ എഴുതിയ ഇമാം ഷാറാനി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഖുർആനാണ് തുറന്ന് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത് ഞാൻ കണ്ട ഖുർആനല്ല എന്ന് ബോധ്യപ്പെട്ടു. ഞാൻ പഠിച്ച ഖുർആനല്ല ഇത് എന്ന് ബോധ്യപ്പെട്ടു. ആർക്ക്? ഇമാം ഷാറാനിക്ക്. ചിന്തിക്കണം. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാണ്. ത്വരീഖത്തിന്റെ മശായിഖന്മാരെ ആക്ഷേപിക്കരുത്. അതിനർത്ഥം എല്ലാ കള്ളത്തരം ത്വരീഖത്താന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അതും ഞാൻ കൂട്ടത്തിൽ പറയാണ്. എല്ലാ ഒല്ലിയും മറ്റും ഇട്ട് നടക്കുന്നവർ മുഴുവനും ത്വരീഖത്തിന്റെ ശൈഖാന്ന് വിചാരിച്ച് നടക്കരുത്. കോലം നടത്തുന്ന കോലങ്ങൾ മുഴുവനും ത്വരീഖത്തല്ല. അതിന് അതിൻ്റെതായ കൃത്യമായ സിൽസിലയും റൂട്ടും അതിൻ്റെ അദബും അവർ പാലിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കോലം കെട്ടി നടക്കരുത്. എന്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും. അത് നിങ്ങൾ ചിന്തിക്കണം. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് അവരുടെ സിൽസില നോക്കിയും അവരുടെ സുലൂക്കും സീറയും അദബും നോക്കി പരിശോധിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ ഒരു നിധിയാണ് മഹാനായ ഖാജ. ആ ഖാജ വഴി ലക്ഷോപലക്ഷം മഹാന്മാർ ലോകത്തെ ഇസ്ലാമിയത്തിന്റെ, ഇന്ത്യയിൽ ഇസ്ലാമിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ വലിയ ആരിഫീങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സിദ്ദീഖീങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ കൊള്ളക്കാർക്ക് അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്നിട്ട് കൊള്ളക്കാര് പരിശുദ്ധ ദീനിൽ രാവും പകലും പൊട്ടിക്കാരും ജനങ്ങൾക്ക് നന്മ ചെയ്തും ജീവിച്ചിട്ടുണ്ട്. കൊള്ളക്കാർ പിന്നെ സ്വാലിയായിട്ടുണ്ട്. കാരണം ഖാജയാണ്.
ഇന്നും ആ ഖാജയുടെ മാർഗം ബഹുമാനപ്പെട്ട കല്യാണപ്പാപ്പയുടെ മുരീദന്മാർ വഴിയായും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു തആല മസ്ലക്കുകളെല്ലാം യഥാർത്ഥ റൂട്ടിലാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുവഴിയുള്ള റൂട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവർ ഇരുത്തുന്ന സ്ഥലം ബഹുമാനപ്പെട്ട നാഗൂർ ഷരീഫിൽ നിന്നുള്ള ഒരു സയ്യിദ് ഇന്ന് ഈ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്. നാഗൂർ ഷരീഫിൽ ബഹുമാനപ്പെട്ട മഹാനായ ഷാഹുൽ ഹമീദ് നാഹൂരി റളിയല്ലാഹു അൻഹു അവരെ അവിടെ ഇരുത്തിയതാരാ? പറ, ആരാ? മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഇരുത്തിയതാണ്. ആര്? ഷാഹുൽ ഹമീദ്. ഇന്ത്യയിൽ മൊത്തം ഒരു സ്ഥാനവും മഹാനായ ഖാജക്കുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തത്തുല്യ സ്ഥാനമുള്ള മഹാനാണ്. ആര്? ഷാഹുൽ ഹമീദ്. മഖദൂനായ ശൈഖാണ്. ആരാ സമ്മതം കൊടുത്തത്? ആര്? ഖദർ. അതേപോലെ തന്നെ ഖദർ ശൈഖാണ്. ആർക്ക്? ഖാജക്കും. മനസ്സിലായില്ല? ഉസ്മാനുൽ ഹാറൂനി മാത്രമല്ല, ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ശൈഖാണ്. ആരുടെ? ഖാജയുടെയും ശൈഖാണ്. പിന്നെ ഷാഹുൽ ഹമീദ് തങ്ങളുടെയും ശൈഖാണ്. ഈ കാലത്തും ശൈഖാകാം. കാരണം അന്നും ഇന്നും ഖദർ ഒരുപോലെയാണ്. അലൈഹിസ്സലാം ഉറക്കപ്പറ. മഹ്ദി ഇമാം വന്നാലും ശൈഖാണ്. ആര്? മഹാനായ ഖദർ. ഇതൊക്കെ ഇവിടെ ദീനിന്റെ മാർഗമാണ്. ഇത് മുസ്തഫ നബിയുടെ വെളിച്ചമാണ്. ഇതിനെ വിവരമില്ലാത്ത ബിദ്അത്തിന്റെ കക്ഷികൾ വിമർശിക്കുന്നത് നോക്കി സുന്നത്യമായത്തിന്റെ പ്രവർത്തകന്മാർ അതമില്ലാതെ പെരുമാറരുത്. അതവ് നഷ്ടപ്പെട്ടു പോയാൽ ദീൻ നഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തി തരട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മജ്‌ലിസാണ്. ഈ മജ്‌ലിസിനെ ആദരിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചേർക്കട്ടെ. മസ്ലക്കിൽ പ്രവേശിക്കുന്നവർ മസ്ലക്കിന്റെ അതവ് പാലിക്കുകയും വേണം. അതിന്റെ അതവുകൾ പാലിക്കണം. അവർ വളരെ അതവോടുകൂടി ജീവിക്കണം. പിന്നെയോ അവന് സമ്മതമില്ലാത്ത കാര്യങ്ങളെ വിളിച്ചു പറയാൻ പാടില്ല. കോലം കെട്ടി നടക്കരുത്. അതിലൊന്നും ഖൈറില്ല. ഔലിയാക്കന്മാരുടെ ബാഹ്യവസ്ത്രങ്ങളല്ല ഔലിയാക്കളുടെ ഹഖീഖത്ത്. ആ ബാഹ്യവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റല്ല. പക്ഷെ അവരുടെ ഹഖീഖത്ത് ബാഹ്യവസ്ത്രങ്ങളല്ല. അവരുടെ മഹത്വം എന്ന് പറഞ്ഞാൽ അവരുടെ തസ്ഫിയത്തുൽ ഖൽബാണ്. ബിത്തൗഹീദി വബി ഖത്മി റിസാലത്തിൽ മുഹമ്മദിയ്യ വബി ഖുലുഖിൽ മുഹമ്മദിയ്യ. മുത്ത് മുഹമ്മദ് മുസ്തഫ വബിൽ ഖുലുഖിൽ മുഹമ്മദി. ഇതുകൊണ്ടെല്ലാം അവര് കിസ്വത്ത് അണിഞ്ഞിട്ടുണ്ട്. അവർക്ക് അല്ലാഹു തആല വലിയൊരു വസ്ത്രം കൊടുത്തിട്ടുണ്ട്. ആ ഖിർഖ അണിയിക്കുക. ആ ഖിർഖയിൽ തൗഹീദ് ഉണ്ട്, അതിൽ റിസാലത്തുണ്ട്, അതിൽ ഖുലുഖ് ഉണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. വെറുതെ കുപ്പായിട്ട് നടന്നിട്ട് കാര്യമില്ല. മശായിഖന്മാരുടെ സ്വഭാവം സ്വീകരിക്കാതെ കുപ്പായമിട്ട് നടക്കുന്നവർ അദബുകേട് സൂഉൽ ഖാത്തിമയെ പേടിക്കണം. പിന്നെ അവർക്ക് എന്തു വേണം? അവർക്ക് വലിയ വിനയം വേണം. മഹാനായ സിരിയുസ് സിഖ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ത്വരീഖത്തിൽ പ്രവേശിച്ച് 30 കൊല്ലമായി. വനന്തു അന്നല്ലാഹ ഗാലിബുൻ അലയ്യ മുൻദു 30 സന. ഞാൻ ത്വരീഖത്തിൽ കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ധാരണ ഞാൻ മനസ്സിലാക്കുന്നത് പടച്ചോനെ എന്നെ ഇഷ്ടമില്ല, അള്ളാഹ്ക്ക് എന്നോട് കോപമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ത്വരീഖത്ത് കയറിയപ്പോൾ ആള് മോശമായതല്ല, മോശമാണെന്ന് മനസ്സിലായതാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല, മനസ്സിലായോ? മഹാനായ സിരിയുസ് സിഖ്തി റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ത്വരീഖത്തിന്റെ മഅരിഫത്ത് എനിക്ക് കിട്ടിയിട്ട് 30 സന 30 കൊല്ലമായി. ഈ 30 കൊല്ലം ഞാൻ വിചാരിക്കുന്നത് അന്നല്ലാഹ ഗാലിബുൻ അലയ്യ, പടച്ചോൻ എന്നോട് കോപാണ്. എന്താണ് വിചാരിക്കാൻ കാരണം? ഒരു അബ്ദിനെ പറ്റി മനസ്സിലാക്കിയാൽ മഅബൂദിനെ മനസ്സിലാക്കാൻ നോക്കിയാൽ മഅബൂദിനെ അബ്ദിന് മനസ്സിലാവില്ല. അപ്പോൾ മനസ്സിലാക്കാം ഞാൻ അള്ളാഹുവിൽ നിന്ന് വളരെ അകലെയാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നേരെ മറിച്ച് ത്വരീഖത്തിന്റെ എന്തെങ്കിലും ഒരു വിറുദ് കൊണ്ട് നടക്കുക, അതിന്റെ പേരിൽ അഹങ്കരിക്കുക, അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ ത്വരീഖത്തിലാവുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ത്വരീഖത്തിന് പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കോപം, ഒരു ഇന്ന് ത്വരീഖത്തിന് പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഒരു നാശം, അത് ശരീഅത്തിനേക്കാളും നാശമാകുന്നുണ്ടോ എന്നും പേടിക്കേണ്ടതാണ്. ത്വരീഖത്തിന്റെ അയലുകാരെക്കാളും ചിലപ്പോൾ ചില നാശങ്ങൾ ത്വരീഖത്തിന്റെ അയലുകാർക്ക് വന്നു വരുന്നുണ്ടോ? അത് എന്താണ്? കിബർ, റിയാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു കൈ പിടിച്ചിട്ട് 4 ദിക്ർ ചെല്ലുമ്പോൾ തോന്നാൻ ഞാൻ ദുനിയാവിലെ ഏറ്റവും വലിയ മഹാനാണ്. പേടിക്കണം, ഇത് പേടിക്കണം. നമ്മൾ 4 ദിക്ർ ചെല്ലുമ്പോഴത്തേന് തോന്നാ പാമ്പടിച്ചാൽ വരെ ഞാനാണ് വെള്ളം മതിരിച്ചു വിട്ടാൽ ശരിയാവും, ഞാനാണോ വലിയ പാപ്പ എന്ന് വിചാരിക്കുക. എന്നിട്ട് സ്വയം മശീഹത്തിനെ ചമ്മയ്യ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ അവന്റെ ഷേഖ് സമ്മതം കൊടുത്താൽ ചെയ്തൂടെ? ചെയ്യാം. സമ്മതം ഇല്ലാത്തവർ മാങ്കരിക്കുക. 4 ദിവസം ദിക്റാണ് ചെല്ലിയാൽ പിന്നെ അവൻ നാട്ടിലെ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുക. എന്തേ?
ആ ജമാഅത്തിനെ തൊട്ടേക്കാൾ അവൻ ഖനിയാണ്, അവൻ അതിനേക്കാൾ വലിയ ഔലിയാപ്പാപ്പയാണ് എന്ന്. എന്നിട്ട് നാട്ടിലെ സാധാരണ മൂല്യന്മാർ വരെ വില കൊണ്ട് കുടുങ്ങുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള കളികളും ഉണ്ട്. ആ കളികൾ പേടിക്കും. അതേ സൂൽ ഖാത്തിമ ഉണ്ടാവും. അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കട്ടെ. ദീനിന്റെ വഴി എന്ന് പറഞ്ഞാൽ കിബറിന്റെ വഴിയല്ല. ത്വരീഖത്ത് എന്നാൽ കിബറിന് വേണ്ടിയല്ല, സ്വഭാവം നന്നാക്കാൻ വേണ്ടിയാണ്. പടച്ചോൻ നന്നാക്കി തരട്ടെ. ഉറക്കെ പറ അള്ളാഹു നന്നാക്കി തരട്ടെ. ഞാനാണ് മഹാൻ, ഞാനാണ് മഹാൻ, ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്നവൻ ഈ ശൈഖ് ഇബ്ലീസാണ്. അന ഖൈറും മിൻഹു, അന ഖൈറും മിൻഹു, അന ഖൈറും മിൻഹു, അന ഖൈറും മിൻഹു. ഞാനാണ് ഖൈർ എന്ന് പറഞ്ഞത് ആദം നബി അല്ല. പറയാ ആരാണ്? ആദം നബി 300 കൊല്ലം കരഞ്ഞു, ഞാൻ മോശപ്പെട്ടവനായല്ലോ, ഞാൻ മോശപ്പെട്ടവനായല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ്. എത്ര കൊല്ലം പറ കുട്ടി, എത്ര കൊല്ലം? സയ്യിദുനാ ആദം കരഞ്ഞത് 300 കൊല്ലം. ഇബ്ലീസ് ഇന്നും കരഞ്ഞിട്ടില്ല. ഇബ്ലീസ് കരയിൽ മനുഷ്യന്മാർ നന്നായ കാര്യം. ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയപ്പോൾ ബക്ക ഇബ്ലീസ് കരഞ്ഞുപോയി. എന്റെ നല്ലത് ഇബ്ലീസിന് കണ്ടൂടാ, നല്ലത് കണ്ട ഇബ്ലീസ് കാര്യം. ബക്ക ഇബ്ലീസ് ലമ്മ ഉൻസിലത്തിൽ ഫാത്തിഹത്തു അലാ റസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് സൂറത്തുൽ ഫാത്തിഹ ഇറക്കി കിട്ടിയപ്പോൾ ഇബ്ലീസ് കരഞ്ഞുപോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്ക്. അപ്പോൾ ഇവിടെ ചിന്തിക്കണം. ആദം നബി ആരാ? ഞാനാണ് യോഗ്യൻ, ഞാനാണ് യോഗ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിയത്താണ്. അന ഖൈറും മിൻഹു, ഞാൻ എന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നല്ല സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നവർ, നല്ല ദിക്റിൽ പങ്കെടുക്കുന്നവർക്ക് വിനയമാണ് ഉണ്ടാകേണ്ടത്. ചിന്തിക്ക്. ഫലമുള്ള മരവും ഫലമില്ലാത്ത മരവും വ്യത്യാസമുണ്ട്. ഫലമില്ലാത്ത മരം ഇങ്ങനെ നിൽക്കും കിബറോട് കൂടി. അതിനിങ്ങനെ എന്നാ ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് മാങ്ങക്കനുസരിച്ച് പറ, മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങക്കനുസരിച്ച് കൊമ്പ് പറ താഴ്ന്നെടുക്കണം. ഒരാളിൽ അള്ളാന്റെ ദീൻ ഉണ്ടെങ്കിൽ അയാൾ താഴ്ന്നു നിൽക്കും, ഒരാളിൽ അള്ളാന്റെ ദീനില്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. ഞങ്ങളെ ശരി, ഞങ്ങളെ പാപ്പ ഇങ്ങനെ പറഞ്ഞ് നടക്കാൻ പാടില്ല. ഒരു പക്ഷേ ഷെയ്ഖ് വളരെ ശരിയാണ്, അവനവന്റെ ഷെയ്ഖ് ശരിയല്ലാണ്, എന്നാൽ മറ്റുള്ളവൻ മോശം എന്ന് പറയരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു നടക്കരുത്. ഇതൊക്കെ വളരെ വലിയ ആപത്താണ്. ഇതൊക്കെ വളരെ വലിയ ആപത്താണ്. ഇതൊക്കെ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കളികളാണ്. ഇതിലൊന്നും കൂടരുത്. സാലിഹീങ്ങളായ മഹാന്മാരെ പിന്നാലെ കൂടുക. ബാക്കിയുള്ള കാര്യത്തിൽ നന്മക്ക് വേണ്ടി ചെലവഴിക്കുക. ഒരു സ്വലാത്തെങ്കിലും ചെല്ലുക. തന്റെ ഷേഖിന്റെ മുഖത്തെ കാണുക. തന്റെ ഷേഖിന്റെ ഉപദേശം സ്വീകരിക്കുക. അവർ നല്ലതല്ലാതെ ഉപദേശിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ഉപദേശിക്കുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. തന്റെ ഷേഖിനെ കാണുക. എപ്പോഴും ഒരു കാര്യത്തിൽ പഴയ കാലത്തൊക്കെ നല്ല നല്ല നാടന്മാർക്ക് വരെ എങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതിനെയൊക്കെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. കള്ളനാണയങ്ങളും ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ ഭയാനകമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു തആല ഹഖായ നിലക്ക് പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ കണ്യാല മൗലയിലൂടെ വന്നിട്ടുള്ളത് ഹഖായ മാർഗമാണ്. യാതൊരു സംശയവുമില്ല, ഹഖായ മാർഗമാണ്. അത് ഹഖായ മാർഗമാണ്. യാതൊരു സംശയവുമില്ല, ഹഖായ മാർഗമാണ്. ഇവിടെയുള്ള ഔലിയാക്കന്മാർ സാലിഹ്യങ്ങളെല്ലാം ആ മാർഗം അംഗീകരിച്ചിട്ടുണ്ട്. അന്നുള്ളവരും പിന്നുള്ളവരും ഒക്കെ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഹഖായ മാർഗം തന്നെ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ആ മാർഗത്തിൽ പോകുന്നവർ ആ മാർഗത്തിന് ഉറച്ചു പോവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ അഹങ്കാരം സ്വയമായി തന്റെ ഷെയ്ഖ് മഹാനാണ് എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തന്റെ ഷെയ്ഖ് തനിക്ക് മഹാൻ തന്നെ, യാതൊരു സംശയം വേണ്ട. ഞാൻ അവരുടെ കൈ പിടിക്കുന്നതോടുകൂടെ ഞാൻ മഹാനായി എന്ന് പറഞ്ഞ് നടക്കരുത്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് മഹാൻ തന്നെ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 100 തനിക്ക് ഒളിവായി കിട്ടിയ തന്റെ ഷെയ്ഖ് വഴിയാണ്. ഒരു സംശയമില്ല. പക്ഷേ അവരെ കയ്യിൽ പിടിക്കുന്നതോടുകൂടി ഞാൻ ആയിലാ ദർജയിലെത്തി എന്ന് വിചാരിക്കരുത്. ഞാൻ സരീസക്കത്ത് പറയും പോലെ പറയണം. ആരാ സരീസക്കത്ത് റളിയല്ലാഹു അൻഹു? താരിഖിൽ കാണാം. സരീസക്കത്ത് റളിയല്ലാഹു അൻഹു മഖബറയുടെ പരിസരത്ത് കടക്കാൻ വേണ്ടി ഔലിയാക്കന്മാർ വസിയത്ത് ചെയ്ത് ചരിത്രത്തിൽ 1,00,000-ലേറെ ഔലിയാക്കന്മാരെ അതിന്റെ പരിസരത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? 1,00,000-ഓളം ഔലിയാക്കന്മാർ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരുടെ മഖബറയുടെ പരിസരത്ത്? സരീസക്കത്ത് റളിയല്ലാഹു അൻഹു മഖബറയുടെ പരിസരത്ത് 1,00,000-ഓളം ഔലിയാക്കന്മാർ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ് ആര്? സരീസക്കത്ത്. അവർ പറയാ അള്ളാഹുവിൽ നിന്ന് കോപത്തിലാണ് ഞാനെന്നാണ്. ഞാൻ അള്ളാഹ് എന്നോട് കോപിച്ചിട്ടാണെന്ന് അപ്പൊ ഞാൻ വിചാരിക്കുന്നത്. എന്റെ കാര്യം പോക്കാണ്. എന്നാൽ അവർ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ്. നമ്മളെ 4 ദിവസം ഫാത്തിഹ ഓതുമ്പോൾ നമുക്ക് തോന്നാ ഞാൻ ഔലിയ പാപ്പിയായി. അങ്ങനെ പറഞ്ഞു നടക്കരുത്.
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അള്ളാഹു താല മാത്രം കൊടുത്തവൻ തന്റെ ഷെയ്ഖ് ഒരു കാര്യം ചെയ്തോന്ന് പറഞ്ഞവർക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഒരു ഷെയ്ഖ് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാം, തന്റെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാം. പഴയ കാലത്ത് ഈ ശൈലി പല നിലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു ദർസിലോ മറ്റോ പഠിപ്പിച്ച ഒരു ഉസ്താദ്, അവരൊക്കെ ത്വരീഖത്തിന് മശായിഖന്മാരായിരുന്ന ഒരു കാലഘട്ടത്തിൽ എമ്പോഴും നിറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. ആ മകനെ, ആ ചെറുപ്പക്കാരനെ 10-20 വയസ്സ്, 10-18-20 വയസ്സാകുമ്പോൾ ബാപ്പ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കുഞ്ഞുമാമനെ കൊണ്ട് കൊല്ലം ഒരു പെണ്ണ് എത്തിക്കണം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളെ സമ്മതപ്രകാരം ചെയ്യാം. എന്താ വേണ്ടത്? തന്റെ പഠിപ്പിച്ച ദർസിൽ പഠിപ്പിച്ച ഉസ്താദുമാണ് ത്വരീഖത്തിന്റെ ശരിക്കും. കാരണം എല്ലാം നിറഞ്ഞ ആളായിരിക്കും അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ അക്കാലത്ത്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ മോട്ടേക്ക് നോക്കിയിട്ട് ഇക്കൊല്ലം വേണ്ട, ആവുമ്പോ ഞാൻ പറയാ നിങ്ങളാരെ അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ കല്യാണത്തിന് എന്നാലും ബാപ്പ പറയില്ല. കാരണം ഹിസ്സൻ ബമാനൻ ഷെയ്ഖാണ്. ആര്? ഈ മഹാൻ. ആ മഹാൻ കറാഹത്ത് പോലും ചെയ്യുന്നത് ആ നാട്ടുകാർ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ഹസൈൻ ഒരു കവി അല്ലേ, പറഞ്ഞില്ലേ? ആ മനുഷ്യന്റെ മഹത്വം ആ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം എന്താണ്? നാട്ടുകാരെന്ന് പറഞ്ഞാൽ റഡാർ വെച്ച് പരിശോധിക്കുക. നാട്ടുകാർക്ക് ഭയങ്കര നോട്ടായിരിക്കും, നമ്മളെ ഉസ്താദ് എവിടെ എങ്ങനെ പോണെന്താ എന്ന്. ഭയങ്കര നോട്ടാണ്. ഞാൻ ദർസിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ദർസിൽ നിന്ന്, ആ നാട്ടിലെ ദർസിൽ നിന്ന് 2-3 കുട്ടികൾ പട്ടണത്തിലെ ഒരു സിനിമാ ഹാളിലേക്ക് സിനിമ കാണാൻ പോയി. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു സംഭവമാണിത്. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് 30-35 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര സ്വാധീനം ഉണ്ടാക്കിയ സംഭവമാണ്. ആ മഹലിൽ ആ രാത്രി ഞങ്ങളുടെ പള്ളിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതാണ് കാരണം. ചെറുപ്പക്കാർ 2-3 മൂല്യമാറ്റിയാലും കൊണ്ടിട്ട് വന്ന്. എന്താ കാരണം? ഈ മോൻസിലിയമാർക്കാൾ എൻ്റെ ഉസ്താദ് ഇല്ലാത്ത ദിവസം അവർ കണ്ണ് വെട്ടിച്ചിട്ട് അവരോട് ആരോ പറഞ്ഞ് അങ്ങനെ സിനിമക്ക് പോയി. ആ നാട്ടുകാരായ കുറച്ച് ചെറുപ്പക്കാരും സിനിമക്ക് പോയിരുന്നു. അങ്ങനെ ഇവർ സിനിമകൾ കയറി ഇരിക്കണ നേരത്ത് ഈ നാട്ടുകാരായ ചെറുപ്പക്കാർക്ക് തോന്നിയത്രേ നമ്മളെ മൂല്യന്മാരല്ല ഇരിക്കണത്. അപ്പൊ അവര് മെല്ലെ എണീറ്റ് നോക്കി പരിശോധിച്ചപ്പോ മൂല്യന്മാരെന്നെ. പിന്നെ അവർക്ക് സിനിമ കാണുന്ന നേരമൊന്നുമല്ല. ഇവർ കയ്യോടെ പോലെ പിടിച്ച് ആരെ? ഈ താലിമ്യങ്ങളെ പിടിച്ച് നേരെ കൊണ്ടുവന്ന്. അപ്പോഴത്തേന് ഉസ്താദ് വൈകുന്നേരം ദർസിലെത്തിയിട്ടുണ്ട്. ഉസ്താദിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഉസ്താദ് 4 കൊടുത്തു ചെയ്ത് പെട്ടെടുത്ത് രാത്രി തന്നെ വിട്ടുപോയിക്കോന്ന് പറഞ്ഞ് വെച്ച് ഉസ്താദ് ഇവരെ നല്ലോണം പ്രശംസിച്ച്, നല്ല കുട്ടികളാണ്, നല്ലോണം അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞവർ. ഇവര് എന്തിനു പോയതാ? ദിക്റെല്ലാം പോയതാ? ഇവര് ദിക്റെല്ലാം പോയതാണോ? ഇവര് സിനിമകൾക്ക് ദിക്റെല്ലാം ഏറ്റിക്കാതിരിക്കാൻ പോയതാണോ? അല്ല. പക്ഷെ എന്നാലും അവരാ ചെയ്തത് നല്ല പണിയാണ്. എന്തുകൊണ്ട്? അവര് മോശമാണെങ്കിലും അവരെ മുന്നിൽ ഇരിക്കുന്നത് മോശമാകാൻ പാടില്ല എന്നൊരു വിശ്വാസമാണ്. അത് ഭയങ്കര വിശ്വാസം തന്നെയാണ്, നല്ല കാര്യമാണ്. അപ്പൊ നാട്ടുകാർ ഒരാളെ പറ്റി നല്ലത് പറയണമെങ്കിൽ അങ്ങനെ റഡാർ വെച്ച് പരിശോധിക്കും നാട്ടുകാർ. അപ്പൊ 17 കൊല്ലം ഒരു നാട്ടിൽ നിന്നിട്ട് ആ നാട്ടുകാർക്ക് ഈ മനുഷ്യനെ പറ്റി ഒരു കറാഹത്തിന്റെ അഭിപ്രായം പോലും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ അത്ര വലിയ സൂക്ഷ്മത ഉണ്ടായി. അത് ആ മനുഷ്യനെ എവിടുന്ന് കിട്ടി? കണ്യാൽ ബാപ്പയിന് കിട്ടി. എവിടുന്ന് കിട്ടി? മഹാനായ സാലിം മൗലയുടെ ആ നൂരിയായ തർബിയത്ത്. പിന്നെയോ ബഹുമാനപ്പെട്ട ജലാൽ മസ്താൽ ബുഖാരി അല്ലേ? പറ. അതന്നെ ആ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇത്തരം ആളുകളായി മരിക്കാൻ നമുക്കും കഴിയും. അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി അല്ലാഹു ഈ മജ്‌ലിസിനെ ഖബൂലാക്കട്ടെ.